ഹായ് എവരിബഡി. ഈ ക്ലാസ്സിൽ നമ്മൾ ഹിന്ദിയിലെ ഖിഡ്കി എന്ന SLCക്കാരുടെ ചാപ്റ്ററിലെ ഒരു ഡയറി പരിചയപ്പെടാം. അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ അവർ ട്രെയിനിൽ യാത്ര പോകുന്ന സമയത്ത് ഭർത്താവിന് സ്വന്തം അച്ഛനെ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡയറി കുറിപ്പാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് പരിചയപ്പെടാം. रेलगाड़ी के अनुभव ने पति को अपने पिता की याद दिलाई, उनकी ഡയറി ലിഖി. അവരുടെ ഡയറി എഴുതാനാണ്, ഭർത്താവിന് ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡയറി വരുന്നതെന്ന്. പതിക്ക് ഡയറി എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ കൊടുക്കുക. ഡേറ്റും അതുപോലെ തന്നെ ഒരു ഡേയും ഇടുക. ഇവിടെ ഞാൻ 11th ജൂലൈ 2025 ശുക്രവാർ എന്ന ദിവസമാണ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറിയിലേക്ക് കിടക്കാം. ആജ് കാ ദിൻ മേ കേസെ ഭുലാ സക്താ ഹൂം. ഇന്നത്തെ ദിവസം ഞാനെങ്ങനെ മറക്കുമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ആജ് മേനെ അപ്നെ പിതാജി കി ആँखों की नमी को फिर से महसूस किया. അതായത് ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ അച്ഛൻ്റെ കണ്ണിൽ കണ്ടിരുന്ന അതേ വിഷമം പിന്നെയും ഞാനത് ഫീൽ ചെയ്തു എന്നാണ്. മെഹസൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ എന്നാണ് അർത്ഥം. ഫീൽ ചെയ്തു എന്നാണ് ആ ഭർത്താവ് ഇതിൽ ഈ ഡയറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ होशियारपुर के शादी के बुलावे के कारण मैंने पत्नी और बच्चों के साथ जनरल കോച്ച് में സഫർ करने का निर्णय किया. അപ്പോൾ ഹോഷിയാർപൂരിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ക്ഷണമുണ്ടായിരുന്നു കല്യാണത്തിന്. അത് കാരണം കൊണ്ട് ഞാനും ഭാര്യയും കുട്ടികളും ജനറൽ കോച്ചിൽ പോവാം എന്ന് വിചാരിക്കുകയാണ് ചെയ്തത്, എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിർണയ് കിയ എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ചെയ്തു എന്നാണ് അർത്ഥം. ജഹാ പർ ഹം ഏക് യുവതി സെ മിലെ ജോ ഷോൾ ബേച്ചനെ ആയി थी. അപ്പം ആ ജനറൽ കോച്ചിൽ ഇവർ ഒരു യങ് ആയിട്ടുള്ള ഒരു സ്ത്രീനെ കാണുകയാണ്. അവർ ഷോള്, ജമ്മുവിൽ നിന്നുള്ള ഷോള് വിൽക്കാനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പത്നി भी शॉल खरीदना चाहती थी पर उस युवती को सस्ते दामों में अपनी शॉल बेचने से दिक्कत हो रही थी. സസ്തേ ദാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ വിലയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഷോള് മേടിക്കുന്നത്, അല്ലെങ്കിൽ മേടിക്കാൻ പ്രിഫർ ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പം ആ യങ് ആയിട്ടുള്ള ലേഡിക്ക് അവരുടെ ഷോള് വളരെ ചുരുക്കം വിലയിൽ വിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം വരുന്നത്. ഉസ് സമയം യുവതി की आँखों की नमी ने मुझे पिताजी के आँखों की नमी दिखाई पड़ी और उनकी याद आ गई. അപ്പം ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആ യുവതിയുടെ കണ്ണിൽ കാണപ്പെടുന്ന ആ ഒരു വിഷമം ആണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഓർമ്മ വരുന്നത് ആ ഒരു ടൈമിലാണ്. അപ്പം അച്ഛൻ്റെ കണ്ണിൽ കാണപ്പെട്ടിരുന്ന അതേ നിരാശയാണ് ഇദ്ദേഹത്തിന് ആ യുവതിയുടെ കണ്ണിൽ കാണുന്നത് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡയറിയാണ്. ഇതിനെ എലാബറേറ്റ് ചെയ്തിട്ടും എഴുതാവുന്നതാണ്. ഈ ഒരു മാറ്ററോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് ലെറ്ററും എഴുതാവുന്നതാണ്. ഒരു ഫ്രണ്ടിനെ ലെറ്റർ എഴുതാം, പക്ഷേ ലെറ്ററിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഒരു ലെറ്ററുമായിട്ട് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.